വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് എത്താനുള്ള സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് പറയാം. ഒന്ന് ഇപ്പൊ നിൽക്കുന്ന ഏരിയ തന്നെയാണ്, കാരണം അതിനൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഏരിയ ഒക്കെയാണ്. ഇനി വീണ്ടും കുറച്ചുകൂടി പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ളത് ഈ ലെവലിലേക്കൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ, ഒരുപക്ഷെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലോയിനെ ഒന്ന് എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. അതിന് താഴെ നിന്ന് സപ്പോർട്ടിൽ തന്നെ തുടങ്ങാം. 105,298, 107,081, അടുത്തത് 109,735, 112,327, അടുത്തത് 114,698, 115,771, അടുത്തത് 118,688 ആൻഡ് 119,762. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിലുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് റേഞ്ചും. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. എന്നിരുന്നാലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. കാരണം നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ തന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിലും എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഇപ്പൊ വരച്ചിരിക്കുന്ന ലെവല്, അതായത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിന് തൊട്ട് മുകളിലുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അടുത്തൊരു ലെവലിലേക്ക് ഇവിടം വരെ പോകാനുള്ള സാധ്യത കാണുന്ന ലൈൻ വരെ. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ 50 മിനിറ്റ്സിലുള്ളത് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലൈൻ എത്തില്ല, ലൈനിന്റെ മുന്നിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഈ ലെവൽ, അതായത് മുകളിൽ നമ്മുടെ ആദ്യം വരച്ച ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ എത്തേണ്ട ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരുപാട് കൺസോളേഷൻ മറ്റു കാര്യങ്ങളൊക്കെ തന്നതാണ്. അപ്പൊ ആ റെസിസ്റ്റൻസിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അടുത്തൊരു പുതിയൊരു ഹൈനെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ബൈ സൈഡിലേക്കുള്ളത്. ഇനി സെൽ സൈഡിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരയ്ക്കുന്ന ലെവല്, അതായത് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ സൈഡ് ഒക്കെ ഉണ്ട്. സെൽ സൈഡ് എന്ന് പറഞ്ഞാൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ലൊരു വീഴ്ചയോട് കൂടിയായിരിക്കണം വരേണ്ടത്. എന്നിട്ട് അതിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു കൺഫർമേഷൻ പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൽ സൈഡ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് തന്നെയാണ് ഒരുവിധം ഏറ്റവും നല്ല ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്ന നമുക്ക് ഇവിടം വരെയാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് ഫുൾ ബാക്ക് എടുത്തിട്ട് മുകളിലോട്ട് തന്നെ പോകാനും സാധ്യത കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനും
അവിടെ നിന്നിട്ടും ഒരു പുൾ ബാക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഇനി സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഏരിയ നമ്മൾ വരച്ചിരിക്കുന്ന 1 അവറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.